ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. തെരഞ്ഞെടുപ്പ് വർത്തമാനവുമായി കേരളാവിഷന്റെ നാട്ടുപോര് താനൂർ മണ്ഡലത്തിൽ നടന്നു. താനൂർ ബോട്ട് ദുരന്തവും ഗവൺമെന്റ് കോളേജും ഹാർബറും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ചർച്ച സജീവമായത്. ചോദ്യങ്ങൾ പലപ്പോഴും പ്രവർത്തകരുടെ വാക്കേറ്റങ്ങൾക്കും ഇടയാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളാവിഷൻ നടത്തുന്ന നാട്ടുപോര് ഇന്ന് താനൂർ മണ്ഡലത്തിലാണ് നടന്നത്. UDF-നെ പ്രതിനിധീകരിച്ച് ഉബൈസ് കുണ്ടകലും LDF-നെ പ്രതിനിധീകരിച്ച് N ആദിലും NDA പ്രതിനിധീകരിച്ച് K പ്രിയേഷുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. താനൂരിൽ പറയപ്പെട്ട 10 വർഷത്തെ നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഏത് പുതിയ പദ്ധതിയാണ് ഇവർക്ക് ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? 60 വർഷം കിട്ടിയിട്ട് ഒന്നും ചെയ്യാത്തവരാണ് ഇപ്പൊ 10 വർഷത്തെ കണ്ണുനീരുമായിട്ട് താനൂരിന്റെ മണ്ണിൽ ഇറങ്ങിയിട്ടുള്ളത്. പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഇവർ മാറി മാറി നിന്ന് കുടപിടിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇടതും വലതുമായി മുന്നോട്ട്. ഇവിടുത്തെ വരേണ്യവർഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളതാണ് ഈ 22 പേര് താനൂരിന്റെ തൂവൽ തീരത്ത് മരിച്ചു വീണത് തെളിവായി നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. താനൂർ ബോട്ട് ദുരന്തവും ഗവൺമെന്റ് കോളേജും ഹാർബറും ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളാണ് ചർച്ചയിൽ സജീവമായത്. താനൂരിൽ ഓരോ പഞ്ചായത്തും എടുത്തോ, എല്ലാ പഞ്ചായത്തും, താനാളൂർ പഞ്ചായത്ത്, ചെറിയമുണ്ടം പഞ്ചായത്ത്, പൊന്മുണ്ടം, ഒഴൂർ, ഈ പന്നറമരുതൂർ, ഈ 5 പഞ്ചായത്തുകളിലും കുടുംബാരോഗ്യ കേന്ദ്രം യാഥാർത്ഥ്യമാക്കി. CHSE-യുടെ സ്റ്റാഫ് പാറ്റേൺ പോലും താനൂരിലെ CHSE-യിൽ നിങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല. പാവപ്പെട്ട ജനങ്ങൾക്ക് വലിയൊരു ചികിത്സാഭാരം, വലിയൊരു താങ്ങായി നിന്നുകൊണ്ട് നമ്മുടെ ജനൌഷധി താനൂരിൽ നിലകൊള്ളുകയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞു. പുനർഗേഹം ഫ്ലാറ്റ് ഈ മണ്ഡലത്തിൽ 10 കൊല്ലം MLA-യും മന്ത്രി ഉണ്ടായിട്ട് ഒരു LP സ്കൂളെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ? ആരാ താനൂർ ഗവൺമെന്റ് കോളേജ് കൊടുത്തത്? നിങ്ങളാണോ? എന്താ അതിന്റെ പേര്? താനൂർ ഗവൺമെന്റ് കോളേജ് മുടക്കിയതാരാ? താനൂർ ഗവൺമെന്റ് കോളേജ് മുടക്കിയതാരാ? എന്താ അതിന്റെ പേര്? CH മുഹമ്മദ് കോയ മെമ്മോറിയൽ. എന്ത് കൊടുത്തിട്ട് എന്താ? അവിടുത്തെ സൗകര്യം എത്രയാ? ഇടതിന്റെ സംസ്ഥാന ഭരണവും ലീഗിന്റെ മുനിസിപ്പാലിറ്റി ഭരണവും ഈ താനൂർ മുനിസിപ്പാലിറ്റിയിൽ ജലവിതരണം നടത്തുന്നതിന് വേണ്ടി 21 കോടി രൂപ കേന്ദ്രത്തിന്റെ അമൃത് പദ്ധതിയിലൂടെ അനുവദിക്കേണ്ടി വന്നത് എന്നത് തന്നെ ഈ 2 കൂട്ടരുടെയും പൊള്ളയായ വാദത്തിന്റെ പച്ചയായ ഉത്തമമാണ്. ചോദ്യങ്ങൾ ഉയർന്നതോടെ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും ഒടുവിൽ കയ്യാങ്കളിയിലുമെത്തി. താനൂരിലെ ലീഗുകാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് 10 കൊല്ലം വെറുതെ അപ്പുറത്തിരുന്നത്. മൂന്നാമതും താനൂരിൽ ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷത്തിൽ MLA ഉണ്ടാവും.